ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് എനിക്കൊരു ചക്കപ്പോതൽ കിട്ടി. അപ്പോൾ അത് ഇന്നത്തേക്കുള്ള ഒരു വറവിനുള്ള സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ തോല് കളയാൻ വേണ്ടി നല്ലോണം കഷ്ടപ്പെടണം. കാരണം അത്രയ്ക്കും നല്ല ഓരോ സാധനമാണ്. കത്തിക്ക് മൂർച്ചയും കുറവാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേശ്ശെ തോലൊക്കെ ചെത്തി കളയുന്നുണ്ട്. അതിൻ്റെ സൈഡ് ലേശം കേടുണ്ട്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കണം. അതിൻ്റെ സൈഡ് എന്തോ ചാടിയിട്ട് എന്തോ ചതഞ്ഞതാണെന്ന് തോന്നണം. അപ്പോൾ അത് കുറേശ്ശെ ചെത്തിയിടണം. എൻ്റെ കൈ നിറച്ച് വെളിഞ്ഞീറായതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ പറ്റുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കാരണം അത്രയ്ക്കും മുളഞ്ഞീനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സൈഡ് കണ്ടോ കേടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം ഒന്ന് ചെത്തിയെടുക്കാനായിട്ട്. ഇനി അത് ഒന്ന് കഴുകി വൃത്തിയാക്കണം. നല്ലപോലെ ഞാൻ ചെറിയ പീസായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ കഴുകിയെടുത്ത് ഇനി അത് ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്യാനും അരിയാനെല്ലാം നല്ല പാടാട്ടോ. അധികം ആളുകളും ഇങ്ങനെയുള്ള പണിക്കൊന്നും ഇഷ്ടപ്പെടില്ല. പക്ഷേ എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല വറവാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതല്ല, അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സ്വാദുമാണ്. അപ്പോൾ അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഞാനത് ഉണ്ടാക്കി തന്നെ കഴിക്കും. അപ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ പീസായിട്ട് മുറിച്ചായിടണം. ഒരുവിധം വലിയ പീസാക്കണം കേട്ടോ, അല്ലെങ്കിൽ തീരെ കുഴഞ്ഞു പോകും. കുക്കറിൽ വിസിലടിച്ച് ചെയ്യുമ്പോഴേ കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഇങ്ങനെ പീസാക്കിയിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്താണ് ഇട്ട് കളഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഞാനതിൽ അവസാനത്തേതും കട്ട് ചെയ്ത് ഇടുകയാണ്. ഇനി നമുക്കതൊരു കുക്കറിലേക്ക് എടുത്തിട്ടു. അപ്പോൾ ഇനി അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അതുപോലെ ഇച്ചിരി വെള്ളവും ചേർത്ത് നമ്മൾ അതിനകത്തേക്ക് ഇട്ടിട്ട് കുക്കറിൽ ഒരു വിസിലടുപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ കുക്കറിൻ്റെ വിസിലിട്ട് അടുപ്പത്ത് വെച്ചു. അപ്പോൾ കുക്കറിൻ്റെ ഒരു വിസിലടിച്ചാൽ മതി. അങ്ങനെ ഒരു വിസിലടിച്ചു. നല്ലോണം വെന്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് കുഴഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇടിച്ച് ചതച്ച് ഒന്ന് ശരിയാക്കണം. ഞാൻ ചപ്പാത്തിയുടെ കോല് വെച്ചാട്ടോ ചതച്ചത്. ഗ്യാസ് കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ചു. ഇനി അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരണം. അത് ചൂടായി വന്നിട്ട് വേണം കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പതുക്കെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. ചെറുതീയിലാണ് ഞാൻ പാത്രം വെച്ചത്. ചെറിയതായിട്ട് ചൂടാകാൻ താമസമുണ്ട്. എങ്കിലും പൊട്ടി വരുന്നുണ്ട്. കടുകെല്ലാം പൊട്ടുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ഞാൻ ചതച്ച് നേരത്തെ വെച്ചിരുന്നു. അപ്പോൾ അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിങ്ങനെ ചതച്ച് വെച്ച് അതിനകത്ത് ഇട്ട് കൊടുത്ത് ഇനി അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ മുരിഞ്ഞ് വരണം. എന്നാൽ കളറൊക്കെ ഒന്ന് മാറി പച്ചമണമൊക്കെ ഒന്ന് മാറണ്ടേ, അതിനാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിനകത്ത് കുറച്ച് വറ്റൽമുളക്, ഒരു 3-4 വറ്റൽമുളക് ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇവിടെ കറിവേപ്പില ഇല്ല, കറിവേപ്പില തീർന്നു. ഈ പരിസരത്തൊന്നും കറിവേപ്പില കിട്ടാനില്ല, അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അതിനകത്തേക്ക് വറ്റൽമുളക് മൂത്തപ്പോൾ അതിനകത്ത് കുറച്ച് മുളക് പൊടി, അതൊരു കളറിന് വേണ്ടി കേട്ടോ. പിന്നെ നമുക്കൊരു എരിവും വേണ്ടേ, ഈ തോരനിങ്ങനെ കൂട്ടുമ്പോൾ ഒരു എരിവും വേണ്ടേ. അപ്പോൾ അതിന് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. ഇതുപോലെ തേങ്ങയിട്ട് വറുത്ത് അതിനകത്തേക്ക് നമ്മൾ ഇടിച്ച് വെച്ച ചക്ക തോരനിട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കണം. ഇതുപോലെ ഈ പരുവായി കഴിഞ്ഞാൽ നമുക്കത് ചോറിനൊക്കെ കൂട്ടാം. പിന്നെ വെറുതെ എടുത്ത് തിന്നാനും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.